എഡിറ്റ് ചെയ്യാനും മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് നമ്മൾ ഗൂഗിളിൽ ചിത്രങ്ങൾ സെർച്ച് ചെയ്യാറില്ലേ? എന്നാൽ പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ചിത്രങ്ങളല്ല ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്താൽ ലഭിക്കുന്നത്. ഒന്നുകിൽ ചിത്രത്തിന്റെ സൈസ് വളരെ ചെറുതായിരിക്കും, അല്ലെങ്കിൽ ക്വാളിറ്റി വളരെ കുറവായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ച നിറമേ ആയിരിക്കില്ല സെർച്ച് ചെയ്താൽ ലഭിക്കുന്നത്. എന്നാൽ ഈ പ്രൊഫഷണൽ ആയിട്ട് എഡിറ്റ് ചെയ്യുന്നവരുണ്ടല്ലോ, ഫോട്ടോ ആയാലും വീഡിയോ ആയാലും, അവരൊക്കെ അവർക്ക് വേണ്ട ചിത്രം വളരെ കൃത്യമായിട്ട് ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്തെടുക്കുന്നതാണ്. ആ ഒരു ട്രിക്കാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത്. പിന്നെ ഇതിനെക്കുറിച്ച് വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഞാൻ വീഡിയോ ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു ഓപ്ഷൻ അറിയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അറിയാത്തവർക്ക് വേണ്ടി മാത്രമാണ്. അപ്പോൾ ഗൂഗിളിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ചിത്രം എങ്ങനെയാണ് സെർച്ച് ചെയ്തെടുക്കുന്നതെന്ന ആ ഓപ്ഷൻ ഞാൻ വീഡിയോയിൽ പറഞ്ഞു തരാം. ഞാൻ പറയുന്ന ഈ ഓപ്ഷൻ ഗൂഗിളിൻ്റെ സെർച്ച് എഞ്ചിനിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മൊബൈൽ ഫോൺ ആയാലും ലാപ്ടോപ്പ് ആയാലും ഏത് ബ്രൗസർ ആയാലും ഈ ഓപ്ഷൻ ലഭിക്കുന്നതാണ്. ഞാനിപ്പോൾ ഫോണിനകത്ത് ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട് ഗൂഗിളിലേക്ക് വന്നിട്ടുണ്ട്. ഇനി സാധാരണ നമ്മൾ സെർച്ച് ചെയ്യുന്നത് പോലെ ഈ സെർച്ച് ബാറിൽ ഞാനിപ്പോൾ മോഹൻലാൽ എന്നാണ് സെർച്ച് ചെയ്യുന്നത്. എന്നിട്ട് സാധാരണയായിട്ട് നമ്മൾ ഇമേജിൻ്റെ ഓപ്ഷനിലേക്ക് പോകാറില്ലേ? ഞാൻ ഇമേജിൻ്റെ ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്യുകയാണ്. ഓക്കെ, ഞാനിപ്പോൾ മോഹൻലാൽ എന്നത് ഒരു എക്സാമ്പിളായിട്ട് സെർച്ച് ചെയ്തതാണ്. നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? പക്ഷികളുടേതാണോ, മരങ്ങളുടേതാണോ, അല്ല മറ്റെന്തെങ്കിലും ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളാണോ? നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ ഞാൻ ഈ പറയുന്ന ഓപ്ഷൻ ലഭിക്കുന്നതാണ്. ഓക്കെ, ഞാനിപ്പോൾ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് ലാലേട്ടൻ്റെ ഒരുപാട് ഫോട്ടോ കിട്ടിയിട്ടുണ്ട്. ഇതിൽ പലതും എനിക്ക് ആവശ്യമില്ലാത്തതാണ്. ഞാൻ ഏത് തരത്തിലാണ് സെർച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ തരത്തിലുള്ള ചിത്രം എനിക്ക് ലഭിക്കണമെങ്കിലാണ് ഇനി ഞാൻ പറയുന്നത്. അപ്പം നമ്മളിവിടെ മുകളിലേക്ക് വന്നാൽ AI മോഡ്, ഓൾ, ഇമേജ്, ന്യൂസ്, വീഡിയോസ് എന്നൊക്കെ കാണുന്നില്ലേ? ഈ ഓപ്ഷൻ നമ്മൾ വലത്ത് നിന്ന് ഇടത്തോട്ടേക്ക് ഇതുപോലെ നീക്കി കൊടുക്കാം. ഓക്കെ, ഇങ്ങനെ നീക്കി കൊടുത്താൽ ഇങ്ങനെ അവസാനമായിട്ട് നിങ്ങൾക്ക് സെർച്ച് ടൂൾസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. ജസ്റ്റ് നിങ്ങൾ അതിലേക്കൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം തന്നെ സൈസ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. ഈ സൈസിലേക്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ ലാർജ്, മീഡിയം, ഐക്കൺ എന്ന് പറഞ്ഞിട്ട് 3 ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. ഇതിൽ നിന്ന് നിങ്ങൾ ലാർജ് ആണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ചിത്രങ്ങളൊക്കെ അല്പം വലുതായിരിക്കും. അതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റിയുള്ള ചിത്രങ്ങൾ ഈ ലാർജിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. ഇനി നിങ്ങൾ സെർച്ച് ചെയ്യുന്ന ചിത്രം ചിലപ്പോൾ ലാർജിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ലാർജ് ഓപ്ഷനിലേക്ക് തന്നെ ക്ലിക്ക് ചെയ്തിട്ട് മീഡിയത്തിലേക്ക് കൊടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ചിലപ്പോൾ ചെറിയ സൈസിൽ മാത്രമേ ഇൻ്റർനെറ്റിൽ ആ ചിത്രം അവൈലബിൾ ആയിട്ടുണ്ടാകൂ. ഇതുപോലെ നിങ്ങൾക്ക് സൈസ് സെലക്ട് ചെയ്യേണ്ട ഓപ്ഷനാണ് ആദ്യത്തേത്. ഇനി രണ്ടാമതായി നിങ്ങൾക്ക് ഇവിടെ കളർ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. ഞാൻ ജസ്റ്റ് അതിലേക്കൊന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സജഷൻ ആയിട്ട് ഒരുപാട് നിറങ്ങളുണ്ടാവും. നിങ്ങൾക്ക് സെർച്ച് ചെയ്തെടുക്കേണ്ട ചിത്രത്തിൻ്റെ നിറം എന്താണ് വേണ്ടത്? നിങ്ങൾക്ക് റെഡ് ബേസ്ഡ് ആയിട്ടുള്ളതാണെങ്കിൽ ജസ്റ്റ് റെഡ് കളർ ഒന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇപ്പോൾ ലാലേട്ടൻ റെഡ് ഷർട്ട് ഇട്ടിട്ടും ബാക്ക്ഗ്രൗണ്ടിൽ റെഡും, എങ്ങനെയായാലും എനിക്ക് റെഡ് സംബന്ധമായ ചിത്രങ്ങൾ മാത്രം സെർച്ച് ചെയ്ത് കിട്ടിയിട്ട്. ഇതുപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ള കളറ് സെർച്ച് ചെയ്തെടുക്കേണ്ട ഓപ്ഷനാണ് അതിലുള്ളത്. ഇനി അതേ ഓപ്ഷനിൽ തന്നെ നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. ജസ്റ്റ് നമ്മൾ അതിലേക്കാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ലാലേട്ടൻ്റെ ഒരുപാട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ എനിക്ക് ലഭിച്ചിട്ടുള്ളത്. ഇതുപോലെ നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങൾ സെർച്ച് ചെയ്തെടുക്കാനുള്ള എളുപ്പ വഴിയാണിത്. ഇനി അതേ ഓപ്ഷനിൽ തന്നെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ട്രാൻസ്പെറൻറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. ജസ്റ്റ് നമ്മൾ അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ചിത്രങ്ങൾ ലഭിക്കും. ഇപ്പോൾ ലാലേട്ടൻ്റെതൊക്കെ പരിമിതിയായിരിക്കും ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ചിത്രങ്ങൾ ഇൻ്റർനെറ്റിൽ. നമുക്കിപ്പോൾ പക്ഷികൾ, മരങ്ങൾ, അങ്ങനത്തെ ഒക്കെ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ചിത്രം വേണമെങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷനാണ്. ഞാൻ ജസ്റ്റ് ഈ ലാലേട്ടൻ്റെ തന്നെ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ചിത്രം ഒന്ന് ഓപ്പൺ ചെയ്ത് തരാം. ഇതിന് ബാക്ക്ഗ്രൗണ്ട് ഇല്ല, നിങ്ങൾക്ക് കാണാം ട്രാൻസ്പെറൻ്റ് ആണ് ചിത്രം. അതുകൊണ്ട് തന്നെ നമുക്ക് മറ്റൊരു ചിത്രത്തിലൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ലാലേട്ടൻ മാത്രമേ ഉള്ളൂ, ഇതിന് ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ല. ഇതുപോലെ തന്നെ നമുക്ക് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ചിത്രം തിരഞ്ഞെടുക്കേണ്ട ഓപ്ഷനാണത്. ഓക്കെ, ഇനി ഇതിനകത്ത് തന്നെ നിങ്ങൾക്ക് യൂസേജ് റൈറ്റ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. ഇത് സാധാരണക്കാർക്ക് ആവശ്യമില്ലാത്തത് കൊണ്ടാണ് അത് കാണിക്കാത്തത്. അതായത് കോപ്പി റൈറ്റും ഇഷ്യൂ ഒന്നും ഇല്ലാത്തത് നമുക്ക് സെർച്ച് ചെയ്തെടുക്കണമെങ്കിൽ അത് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. അതല്ലാതെ നിങ്ങൾക്ക് ഇവിടെ ടൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. ഇതിലേക്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഫേസ്, ഫോട്ടോ, ക്ലിപ്പ് ആർട്ട്, ലൈൻ ആർട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. ഇതിൽ പ്രധാനപ്പെട്ടത് മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ. ഇതിൽ നിന്ന് നിങ്ങൾ ഫേസ് ആണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ നമ്മൾ ഏത് വ്യക്തിയെയാണോ തിരഞ്ഞത് ആ വ്യക്തിയുടെ ഫേസ് ഫോക്കസ് ആയിട്ടുള്ള ചിത്രങ്ങൾ നിങ്ങൾക്ക് ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എല്ലാം ഫേസ് റിലേറ്റഡ് ആയിട്ടുള്ള ചിത്രമാണ് വരിക. ഇനി അതേ ഓപ്ഷനിലേക്ക് തന്നെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ലൈൻ ഡ്രോയിങ് ആണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അവരുടെ ലൈൻ ആർട്ട്, അതായത് ചിത്രം വരച്ചതുപോലെയുള്ള ചിത്രങ്ങൾ സെർച്ച് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇവിടെ എനി ടൈം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. ഇതുകൊണ്ടുള്ള പ്രയോജനം എന്തെന്നാൽ
നമുക്കിപ്പോൾ ഏതെങ്കിലും കാറ്റഗറിയിലുള്ള ഒരു ഫോട്ടോ ഏറ്റവും ലേറ്റസ്റ്റ് ആയത് വേണമെങ്കിൽ ഇപ്പോൾ ലാലേട്ടൻ്റെ ഒക്കെ ഞാനിപ്പോൾ ദിസ് വീക്ക് എന്ന് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ആഴ്ചത്തതെല്ലാം ലഭിക്കുക. ലാലേട്ടൻ്റെതൊക്കെ എല്ലാ ചിത്രവും പഴയ ചിത്രം പോലും ഇപ്പോഴും അപ്ലോഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷേ നമുക്ക് ഏതെങ്കിലും ഒരു വിഷയത്തിൻ്റെ സെർച്ച് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ലഭിക്കണമെങ്കിൽ നമുക്ക് ഈ ഓപ്ഷൻ ഉപകാരപ്പെടുന്നതാണ്. അതായത് നമുക്ക് 24 മണിക്കൂറിനുള്ളിൽ പോസ്റ്റായ അതിൻ്റെത് അതും ഏറ്റവും ലേറ്റസ്റ്റ് ആയ ന്യൂസിൻ്റെതൊക്കെയാണ് ഫോട്ടോ ലഭിക്കേണ്ടതെങ്കിൽ ആ ഓപ്ഷൻ തിരഞ്ഞെടുക്കാവുന്നതാണ്. ഓക്കെ, ഇനി ഏറ്റവും അവസാനമായി ഞാൻ പറഞ്ഞു തരുന്നത് ഇവിടെ നിങ്ങൾക്ക് അഡ്വാൻസ്ഡ് സെർച്ച് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. ഇതിൻ്റെ പ്രയോജനം എന്തെന്നാൽ നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു കാറ്റഗറിയിലുള്ള ചിത്രം അതിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസും കൊടുത്തിട്ട് സെർച്ച് ചെയ്യേണ്ടതാണ്. ഇതിൽ ഓരോന്നും കാറ്റഗറി സെലക്ട് ചെയ്യേണ്ടതുണ്ട്, അതൊന്നും ഞാൻ പറയുന്നില്ല. അതൊക്കെ പറഞ്ഞാൽ വീഡിയോ ഒരുപാട് നീണ്ടുപോകും. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഓരോ ക്വസ്റ്റ്യൻ ഉണ്ടാവും, അതിനനുസരിച്ച് ഇതിൽ ഫില്ല് ചെയ്ത് നിങ്ങൾ അഡ്വാൻസ്ഡ് ആയിട്ട് സെർച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഉദ്ദേശിച്ച തരത്തിലുള്ള ചിത്രം നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ നിങ്ങൾ ഈ സെർച്ച് ടൂൾ ഉപയോഗിക്കുമ്പോൾ പ്രത്യേക കാര്യം ഓർക്കേണ്ടത്, നിങ്ങൾ സെർച്ച് ചെയ്യുന്ന വിഷയമുണ്ടല്ലോ അത് ഇൻ്റർനെറ്റിൽ ഒരുപാട് ചിത്രങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കാറ്റഗറി ബേസിൽ അത് സെർച്ച് ചെയ്തെടുക്കാൻ പറ്റൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഇതിൽ പറഞ്ഞു തരാനുള്ളൂ. അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും, ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ ഫാറ്റ ടെക്കിന്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ഗുഡ് ബൈ.